ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ കാണുന്ന മലയല്ലേ, മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ് കേട്ടോ. ഇത് കയറാൻ പോകട്ടോ. ഈ മല കയറിയിട്ട് ഇതിൻ്റെ മുകളിലെ മനോഹരമായ കാഴ്ചകൾ കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. നമ്മൾ കയറി അതിൻ്റെ മുകളിലെത്തണം കേട്ടോ. കാണുന്ന അതിൻ്റെ മുകളിലെത്തണം. അതിൻ്റെ മുകളിൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി മേലെ എത്തണം കേട്ടോ. എന്നാൽ നല്ലൊരു വ്യൂ കാണാം കേട്ടോ. കയറാൻ തുടങ്ങാം കേട്ടോ. ഞാൻ രാവിലെ തന്നെ എത്തി. കുറച്ചുകൂടി കഴിഞ്ഞ് വന്നിട്ട് ഈ നല്ല വെയിലായിരിക്കും, അതുകൊണ്ട് രാവിലെ തന്നെ എത്തി കേട്ടോ. അപ്പോൾ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കയറിയപ്പോൾ തന്നെ ഭയങ്കര കിതപ്പ്. ഏകദേശം ഒരു 700 അടിയുണ്ട് കേട്ടോ ആ വ്യൂ പോയിൻ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കയ്യിൽ വെച്ചിട്ടോ വീഡിയോ എടുക്കുന്ന, സെൽഫി സ്റ്റിക്കൊന്നുമില്ല. അതാണ് വീഡിയോ കുറച്ചൊരു ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ. അപ്പോൾ നമ്മളൊരു കയറി ഒരു നിരപ്പായ സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ നിന്നുള്ള കുറച്ച് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. അതൊക്കെ ഇതാ കാണുന്ന അമ്പലയിലെ ഭാഗം കേട്ടോ. അമ്പലയിൽ കുറ്റിക്കൈത്ത റോഡ് കേട്ടോ. നേരെ പോയാൽ ആ റോഡ് നേരെ പോയാൽ ഇവിടെ എത്താം, നമുക്ക് കാരാപ്പുഴ എത്താം. ഇതാ കണ്ടില്ലേ അമ്പുത്തിമല കേട്ടോ. ഇതൊക്കെ കോറി കേട്ടോ, മഞ്ഞപ്പാറ കോറി. ഇവിടെയൊക്കെ ഒരുപാട് കോറികളുണ്ട് കേട്ടോ. പണ്ട് കല്ല് പൊട്ടിക്കലാണ്, ഇപ്പോൾ കോറിയൊക്കെ നിർത്തിയില്ലേ. ഇനി നമുക്ക് വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കാം കേട്ടോ. കുറേ പോകാണ്ട്. നമ്മൾ കുറേ കാലമായി കുന്നുമല കയറിയിട്ട്, അതുകൊണ്ട് ഭയങ്കര കിതപ്പുണ്ട്. ഇവിടെ മഴ വരുന്ന സമയത്തില്ലേ, മഴയും മഞ്ഞൊക്കെ മൂടിയിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഈ ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ആ അടിയിൽ നിന്ന് കണ്ടില്ലേ, നമ്മൾ അടിയിൽ നിന്ന് കണ്ട പാറ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെയും പോകണം. എന്നാൽ നിങ്ങൾക്ക് അടിപൊളിയൊരു നല്ലൊരു കാഴ്ച കാണാം. അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9 മണിയായിട്ടുള്ളൂ. ഇപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ നല്ല വെയിലാകുന്നതിന് മുമ്പ് അവിടെ കയറാൻ വിചാരിച്ചിരിക്കുകയാണ്. നല്ല വെയിലാകുന്നതിന് മുമ്പ് അവിടെ കയറണം എന്ന് വിചാരിച്ചിട്ട് നേരത്തെ വന്ന കേട്ടോ. അങ്ങനെ നമ്മളെ വ്യൂ പോയിൻ്റ് എത്തിയിരിക്കുക കേട്ടോ. നമ്മളെ വ്യൂ പോയിൻ്റ് ഇതാണ്, മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ്. ഏകദേശം ഞാനിപ്പോൾ നിൽക്കുന്നത് 700 അടി ഉയരത്തിലാട്ടോ. 700 അടി ഉയരത്തിലാട്ടോ നിൽക്കുന്നത്. ഇതാണ് മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ്. ഇതേ കാണുന്നില്ലേ, ഇതാട്ടാ കാരാപ്പുഴ. ഇവിടുന്ന് നോക്കിയാൽ കാരാപ്പുഴ കാണാം. പിന്നെ കുറേ പച്ചപ്പ് കാണാം. ഇവിടെ ഒരു മലയുണ്ട്. മലയുടെ മുകളിൽ കുറേ റിസോർട്ടുകളുണ്ട് കേട്ടോ. അടുത്തടുത്ത് കുറേ റിസോർട്ട് വില്ലാസൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ നമ്മുടെ അമ്പുത്തിമല കാണാം. കണ്ടില്ലേ ആ മലകൾ, ചെമ്പ്രമലയുടെ ഭാഗം കേട്ടോ. പശ്ചിമഘട്ടം എന്നൊക്കെ പറയും, പശ്ചിമഘട്ട മലനിരകൾ എന്നൊക്കെ പറയും കാണുന്ന മലനിരകൾ. ഇതൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ ഫുള്ള് പച്ചപ്പ്, ഫുള്ള് മരങ്ങൾ, നടുക്ക് നല്ല വയൽ. കാണുന്ന കാരാപ്പുഴേൻ്റെ ഉത്ഭവസ്ഥാനം ഇവിടെ നിന്നാണ് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ അതിൻ്റെ നടുക്കൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വീടുകളും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ മേലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
ഇതിൻ്റെ മേലിൽ നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ച കാഴ്ചകൾ. കാരാപ്പുഴ ഡാം, പിന്നെ അമ്പുത്തി മല, അതെല്ലാം ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ കാണുന്ന കാഴ്ചകളാട്ടോ. ഗായ്സ് കണ്ടില്ലേ, ഞാൻ ഏറ്റവും ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇതാ ഇവിടുന്ന് വീണ പൊടി പോലും കിട്ടൂല കേട്ടോ, അത്രയും ഉയരത്തിലാട്ടോ ഞാൻ നിൽക്കുന്നത്. ഒരുപാട് സഞ്ചാരികളൊക്കെ വരുന്ന ഇടാട്ടോ ഇത്. മഴക്കാലത്തൊക്കെ ആകുമ്പോൾ കുറേ ആൾക്കാർ വരും കേട്ടോ. ഈ ചൂടുള്ള സമയത്തായത് കൊണ്ടാണ് അധികം ആൾക്കാരൊന്നും വരാത്തത്. അതൊക്കെ ആ മേഘങ്ങൾ ആ പർവ്വതത്തെ മറച്ചു വെച്ചിരിക്കുന്നു. എന്തൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് നോക്ക്. മഴക്കാലത്ത് ഇവിടെ വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നമുക്ക്. നമ്മൾ വ്യൂ പോയിൻ്റ് കണ്ടു, ഇനി ഇറങ്ങാം കേട്ടോ. ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല, കയറാനാണ് കുറച്ച് പാട് കേട്ടോ. ഇറങ്ങുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാം. ഇവിടെ കണ്ടില്ല മരങ്ങൾ, ഇത് വെച്ച് പിടിപ്പിച്ചോ ഒന്ന്. അപ്പോൾ ഈ അടുത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ തോന്നുന്നു. ഇതൊക്കെ പുതുതായിട്ട് നട്ട മരങ്ങളാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.